ഹായ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഹിരാഗാന ലെറ്റേഴ്സ് ആണ്. സോ ഹിരാഗാനയിലെ ബേസിക് സൗണ്ട് എന്ന് പറയുന്നത് 5 സൗണ്ടുകളാണ്. ആ, ഇ, ഉ, എ, ഒ. ഇംഗ്ലീഷിലാണെങ്കിൽ എ, ഐ, യു, ഇ, ഒ. ഇത്രയാണ് സൗണ്ടുകൾ വരുന്നത്. ആദ്യത്തെ ലെറ്ററിലേക്ക് പോകാം. ആ എന്ന് പറയുന്ന ലെറ്റർ നോക്കിക്കേ എങ്ങനെ എഴുതുന്നതെന്ന്. ഓക്കെ, ഇങ്ങനെയാണ് ആ എന്ന് പറയുന്ന ലെറ്റർ എഴുതേണ്ടത്. നെക്സ്റ്റ് ഇ എന്ന് പറയുന്ന ലെറ്ററാണ് ഇ. ഐ എന്നാണ് ഇംഗ്ലീഷിൽ ഇ. ദേ രണ്ടാമത്തെ ലൈൻ കണ്ടോ? ഈ രണ്ടാമത്തെ ലൈൻ ആദ്യത്തെ ലൈനേക്കാൾ ചെറുതായിരിക്കണം. ഇപ്പോൾ ഈ വരയ്ക്കുന്നതാണ് നമ്മുടെ ഒരു ഹിസ്റ്ററി എന്നൊക്കെ പറയും. ഈ ഒരു ലെറ്റർ എങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് വന്നത് എന്നുള്ളതാണ്. ജസ്റ്റ് അത്ര ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമല്ല, ജസ്റ്റ് പറഞ്ഞത് മാത്രം. പിന്നെ അടുത്തത് ഊ എന്ന് പറയുന്ന ലെറ്ററാണ്. ഊ എഴുതുന്നത് നോക്കിക്കേ. അതായത് നമ്മുടെ ഹാർട്ടിൻ്റെയൊക്കെ സിമ്പിൾ ഉണ്ടല്ലോ, ഹാർട്ടിൻ്റെ സിമ്പിളിൻ്റെയൊക്കെ ഒരു പകുതി പോർഷൻ, അതാണ് ഊ എന്ന് പറയുന്നത്. ലവ്, ഊ ഓർത്ത് വെച്ചാൽ മതി, കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ. ലവ്, അതുപോലെ തന്നെ ഊ. നെക്സ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് സൂ എന്ന് പറയുന്ന ലെറ്റർ ഉണ്ട് മുകളിൽ എഴുതിയിരിക്കുന്നത്. ഈ ലെറ്ററുമായിട്ട് നമുക്ക് തിരിഞ്ഞു പോകാൻ പാടില്ല. ഓക്കെ, അടുത്തത് എ ലെറ്ററാണ്. എ എന്ന് പറയുന്ന ലെറ്റർ എങ്ങനെ എഴുതുന്നത് നോക്കിക്കേ. എ. ഓക്കെ, സോ അതായത് ഒരു 7 പോലെ എഴുതുക, അതിൻ്റെ കൂടെ ഒരു എച്ചും കൂടി എഴുതുക. ജസ്റ്റ് ഒരു 7 പോലെയും പിന്നെ ഒരു റാ വരയ്ക്കുക. ഇത് രണ്ടും കഴിയുമ്പോഴത്തേക്കും എ ലെറ്റർ കഴിയും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓ സൗണ്ടാണ്, അതായത് ഓ ലെറ്ററാണ്. ഓ എഴുതുന്നത് ഏകദേശം നമ്മൾ ആ എഴുതുന്നത് പോലെ എഴുതുക, ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. താഴെ എൻ പോർഷനിലേക്ക് വരുമ്പോൾ അവിടെ കേർവ് ആവാൻ പാടില്ല, പകരം അവിടെ എന്ത് ചെയ്യണം, സ്ട്രോങ് ആയിട്ട് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് വന്ന് നിന്നിട്ട് വേണം ഒരു റാ പോലെ വരച്ചു കൊടുക്കാനായിട്ട്. ഓക്കെ, കേർവ് വന്നാൽ അത് അത്ര ഒരു ഭംഗി ഉണ്ടാവില്ല ആ ലെറ്റർ കാണാനായിട്ട്. നമ്മൾ ടോട്ടലി പറഞ്ഞ ലെറ്റേഴ്സ് 5 ലെറ്റേഴ്സാണ്. ആ, ഇ, ഉ, എ, ഒ. ഇതാണ് ഫസ്റ്റ് 5 ലെറ്റേഴ്സ് ഇൻ ഹിരാഗാന എന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച്. ഇൻ കേസ് പറഞ്ഞതിൽ സ്പീഡ് കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, സ്പീഡ് കുറയ്ക്കാം. ഓക്കെ, നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഒരു വീഡിയോ ലെങ്ത് കൂടുന്നതിനേക്കാൾ പെട്ടെന്ന് കാര്യങ്ങൾ പഠിച്ചു പോകുന്നതായിരിക്കും നിങ്ങൾക്കും കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവാമെന്ന് വിചാരിക്കുന്നു. എന്നാലും സ്പീഡ് കുറച്ചുകൂടി കുറയ്ക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതിയായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്.